ഹായ് ഹലോ. സോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ 2023 നമ്മുടെ CUT PGൻ്റെ PYQ ഷിഫ്റ്റ് 1ത്തതാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. 20 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷിഫ്റ്റ് 1ത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷിഫ്റ്റ് 2ത്തെ 20 ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ് ആരെങ്കിലും മിസ്സായി പോയവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് കാണാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മസ്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, പോയിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ സെഷനിലേക്ക് പോവാം അല്ലേ. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, മാർക്കറ്റ് ഫെയിൽസ് ഇൻ ദി പ്രസൻസ് ഓഫ് മാർക്കറ്റ് പവർ, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്, കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, അസിമെട്രിക് ഇൻഫർമേഷൻ. അപ്പോൾ ബേസിക്കലി എന്താണ് ഈ മാർക്കറ്റ് ഫെയിലർ എന്ന് നമുക്കറിയണം അല്ലേ. എന്താണ് മാർക്കറ്റ് ഫെയിലർ? മാർക്കറ്റ് ഫെയിലർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റിസോഴ്സ് അലോക്കേഷൻ്റെ സമയത്ത് മാർക്കറ്റ് ഇന്നെഫിഷ്യൻസി വരല്ല, ഇതിനാണ് നമ്മൾ എന്ത് പറയാം, മാർക്കറ്റ് ഫെയിലർ എന്ന് പറയാം. മാർക്കറ്റ് ഇന്നെഫിഷ്യൻസി ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, മാർക്കറ്റ് ഫെയിലർ എന്ന് പറയുന്നത് അല്ലേ. ഈ മാർക്കറ്റ് ഫെയിലർ എന്തിലേക്ക് നയിക്കും, ലാക്ക് ഓഫ് സോഷ്യൽ വെൽഫെയറിലേക്ക് നയിക്കും അല്ലേ. ലാക്ക് ഓഫ് സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ ലോസ് ഓഫ് സോഷ്യൽ വെൽഫെയറിലേക്കായിരിക്കും എന്ത് നയിക്കുന്നുണ്ടാവുക, നമ്മുടെ മാർക്കറ്റ് ഫെയിലർ അല്ലെങ്കിൽ മാർക്കറ്റ് ഇന്നെഫിഷ്യൻസി എന്ത് ചെയ്യുന്നുണ്ടാവുക, നയിക്കുന്നുണ്ടാവുക. അതായത് ലോസ് ഓഫ് സോഷ്യൽ വെൽഫെയറിലേക്കാണ് എന്ത് നയിക്കുന്നുണ്ടാവുക, മാർക്കറ്റ് ഇന്നെഫിഷ്യൻസി അല്ലെങ്കിൽ മാർക്കറ്റ് ഫെയിലർ നയിക്കുന്നുണ്ടാവുക. ബേസിക്കലി ഈ ഒരു മാർക്കറ്റ് ഫെയിലറിൻ്റെ പ്രസൻസിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുള്ളത് മാർക്കറ്റ് പവർ ആണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം മാർക്കറ്റ് പവർ വരാണെങ്കിൽ ഇപ്പോൾ മൊണോപ്പൊളി എന്ന് പറയുന്നത് എന്താണ്, ഒരു മാർക്കറ്റ് പവർ ആണല്ലേ. മൊണോപ്പൊളിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, സാധാരണഗതിയിലുള്ള നമ്മുടെ കോമ്പറ്റേറ്റീവ് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രൈസ് കൂട്ടി വിൽക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തായിരിക്കും അവിടെ കൺസ്യൂമറെ സംബന്ധിച്ചോളം കൺസ്യൂമറിൻ്റെ വെൽഫെയർ എന്ത് ചെയ്യും, ലോസ് ആവും അല്ലേ. കൺസ്യൂമറിൻ്റെ വെൽഫെയർ എന്ത് ചെയ്യും, കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് എന്താണ് മാർക്കറ്റ് പവർ, എന്താണ് മാർക്കറ്റ് ഫെയിലർ ആണ്. ദെൻ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണെങ്കിലും നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണെങ്കിലും ഇറ്റ് ഇസ് എ സ്പിൽ ഓവർ കോസ്റ്റ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി എഫക്റ്റ് എന്ന് പറയാം അല്ലേ. അതായത് ഒരാളൊരു സാധനത്തിൽ ഇൻവോൾവ് ആയിട്ടില്ലെങ്കിൽ, ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആയിട്ടില്ലെങ്കിൽ കൂടെ അയാൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ഉണ്ടാവും. ഇതിനാണ് നമ്മൾ എന്ത് പറയാം, എക്സ്റ്റേണാലിറ്റി എന്ന് പറയാം. ഇത് പോസിറ്റീവും ഉണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ നെയ്ബർ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തുണ്ട്, ഫ്ലവേഴ്സൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റൂലേ. അപ്പോൾ അവിടുത്തെ ആ ഒരു എയർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫ്രഷ്, ആ ഒരു ഫ്രാഗ്രൻസ് ഉള്ള എയർ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് കിട്ടുന്നുണ്ടല്ലേ. അതെന്താണ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. കാരണം എന്താണ്, ഞാൻ ഒരു വിധത്തിലും അയാൾ എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു ചെടി നട്ട് വളർത്തുന്നതിന് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഒരു കഷ്ണം വെള്ളം അല്ലെങ്കിൽ ഒരു കഷ്ണം എന്താണ് ചെടി പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ കുഴിച്ചിട്ടിട്ടില്ല. എങ്കിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതൊരു പോസിറ്റീവ് ബെനിഫിറ്റ് ആണല്ലേ. അതിനാണ് നമുക്ക് എന്ത് പറയാം, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയാം. ദെൻ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്തായിരിക്കും, ഇതുപോലെ എന്ത് ചെയ്യാണ്, നമ്മൾ പോലും ഇൻവോൾവ് ആവാത്തൊരു സംഭവത്തിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്കതിൻ്റെ കോസ്റ്റ് കിട്ടുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ വീട് ഒരു റിവറിൻ്റെ അടുത്താണെങ്കിൽ ആ റിവറിൻ്റെ തൊട്ടടുത്ത് വേറൊരു ഫാക്ടറി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഫാക്ടറിയിലുള്ള വേസ്റ്റ് മൊത്തം ആ റിവറിലാണ് എന്ത് ചെയ്യുന്നത്, തള്ളുന്നതെങ്കിൽ എന്തായിരിക്കും, നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഡെയിലി നമ്മുടെ ഡേ ടു ഡേ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്നത് ആ റിവറിൽ നിന്നാണെങ്കിൽ എന്ത് ചെയ്യും, റിവർ എന്ത് ചെയ്യും, പൊള്യൂട്ടഡ് ആയിട്ട് മാറില്ലേ. അവിടെ ആ ഒരു ഫാക്ടറിയിൽ നമ്മൾ ജോലി എടുക്കുമോ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിയുമായിട്ട് നമുക്കൊരു ബന്ധമില്ല എങ്കിൽ കൂടെ അവരുണ്ടാക്കുന്ന ആ ഒരു പ്രശ്നം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി എഫക്റ്റ് നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്പിൽ ഓവർ കോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. സ്പിൽ ഓവർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്പിൽ ഓവർ ചെയ്യാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വെള്ളം സ്പിൽ ഓവർ ചെയ്യാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, തുളുമ്പല. അതുപോലെ എന്താണ്, വേറൊരാൾ ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ എന്ത് ചെയ്യാണ്, നമ്മളെ എന്ത് ചെയ്യുക, എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്, ബാഡ്ലി എഫക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്, കോസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ എന്താണ് വാക്സിനേഷൻ അല്ലേ. നമ്മൾ വാക്സിനേഷൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ആക്ച്വലി എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റി ആസ് എ ഹോൾ എന്ത് ചെയ്യുന്നുണ്ട്, ബെനിഫിറ്റ് ആയിട്ട് മാറാൻ കാരണമാകുന്നുണ്ട്. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പലപ്പോഴും എല്ലാവർക്കും എത്തിക്കോണം എന്നില്ല അല്ലേ. ഇത് പലപ്പോഴും എന്താവണം എന്നില്ല, എല്ലാവർക്കും എത്തിക്കോണം എന്നില്ല. ഒരു അണ്ടർ പ്രൊവൈഡ് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എന്ത് ചെയ്യാം, ഇത് വരാം എന്നുള്ളതാണ്. അപ്പോൾ ഇതും എന്താണ് ആക്ച്വലി എന്താണ് മാർക്കറ്റ് ഫെയിലറിന് കാരണമാകാം. ഇത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി നമുക്കറിയാം. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയിൽ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫാക്ടറിയെ സംബന്ധിച്ചോളം ആ ഒരു ഫാക്ടറി ഒരു ഗുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് പറയാം, അതിൻ്റെ ഒരു പ്രൈവറ്റ് കോസ്റ്റ് മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൈമറി കോസ്റ്റ് മാത്രമാണ് അയാൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും അത് എത്രത്തോളം സോഷ്യൽ കോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഫേം എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ സോഷ്യൽ കോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സോഷ്യൽ കോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല,
നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, അല്ലെ ഒരു പ്രൊഡക്റ്റിനെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്താണ് ആക്ച്വലി അതൊരു മാർക്കറ്റ് ഫെയിലർ ആണ്. ദെൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ദെൻ മാർക്കറ്റ് എഫിഷ്യൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റ് ഇൻഎഫിഷ്യൻസി അല്ല, ഇത് മാർക്കറ്റ് എഫിഷ്യൻസിയാണ്. ദാറ്റ് മീൻസ് ഇതെന്താണ്, ഇത് ഒരിക്കലും മാർക്കറ്റ് ഫെയിലറിലേക്ക് നയിക്കൂല കേട്ടോ. അപ്പോൾ ഇതെന്താണ്, ഇതിനെ സംബന്ധിച്ചുള്ള മാർക്കറ്റ് ഫെയിലറിൽ എന്ത് ചെയ്യില്ല, കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഇൻക്ലൂഡ് ചെയ്യില്ല. ദെൻ അസിമെട്രിക് ഇൻഫോർമേഷൻ നമ്മൾ റിപ്പീറ്റ്ലി പല ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം എന്ത് ചെയ്യാണ്, നമ്മൾ 2 പേഴ്സൺ എടുക്കുക, എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ബി എന്ന് പറയുന്ന പേഴ്സൺ ഉണ്ട്. സോ 2 പേരും ഒരു ഗുഡ് എന്ത് ചെയ്യാണ്, എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഒരാൾക്ക് മറ്റാളേക്കാൾ കൂടുതൽ ഇൻഫോർമേഷൻ ആ ഗുഡിനെ പറ്റി അറിയെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അസിമെട്രിക് ഇൻഫോർമേഷൻ എന്ന് പറയാം. ഈ ഒരു അസിമെട്രിക് ഇൻഫോർമേഷൻ നമ്മളിപ്പോൾ ഇൻഷുറൻസ് മാർക്കറ്റിൽ കാണാൻ പറ്റൂലേ. അപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന ആളെ സംബന്ധിച്ചോളം അവിടെയുള്ള ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിൻ്റെ റിസ്കിനെ കുറിച്ചിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻ അവൈലബിൾ ആവുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തിലേക്ക് നയിക്കാം, ഇത് മോറൽ ഹസാർഡിലേക്കൊക്കെ നയിക്കാവുന്നതാണ്. സോ അസിമെട്രിക് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, 2 പേഴ്സൺ എടുക്കുന്ന സമയത്ത് 2 പേരും ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്. ആ ട്രാൻസാക്ഷൻ നടത്തുന്ന ആ ഒരു ഗുഡിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ സർവീസിൻ്റെ മുകളിൽ ഒരാൾക്ക് എന്ത് ചെയ്യണം, മറ്റേ ആളെക്കാൾ കൂടുതൽ ഇൻഫോർമേഷൻ അറിയെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, അസിമെട്രിക് ഇൻഫോർമേഷൻ എന്ന് പറയാം. സോ മാർക്കറ്റ് ഫെയിലറിലേക്ക് എന്തൊക്കെ നയിക്കും, മാർക്കറ്റ് പവർ, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആൻഡ് ദ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആൻഡ് ദി അസിമെട്രിക് ഇൻഫോർമേഷൻ. സോ A, B, C, E ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. സോ ഫോർത്ത് വൺ ഇസ് എ കറക്റ്റ് ആൻസർ. അപ്പോൾ എക്സ്റ്റേണാലിറ്റീസും അതുപോലെ അസിമെട്രിക് ഇൻഫോർമേഷനും മാർക്കറ്റ് പവറും എന്തിലേക്ക് നയിക്കും, നമ്മുടെ മാർക്കറ്റ് ഫെയിലറിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഎഫിഷ്യൻസിയിലേക്ക് നയിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എപ്പോഴും എന്തായിരിക്കും, പെർഫെക്റ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സിനാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് എഫിഷ്യൻറ്റ് അലോക്കേഷനാണ് കാണിക്കുന്നത്, സോഷ്യൽ വെൽഫെയറിനാണ് കാണിക്കുന്നത്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം കേട്ടോ. സോ കറക്റ്റ് ആൻസർ ഈസ് ഫോർത്ത് വൺ. ദെൻ മാച്ച് ദ ഫോളോയിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ നമുക്ക് പെട്ടെന്ന് മാച്ച് ചെയ്യാൻ പറ്റുന്ന പബ്ലിക് ഗുഡ് ആണ്, എന്ത് നോൺ റൈവനും നോൺ എക്സ്ക്ലൂഡബിളും ആണ്. എന്താണ്, ഇറ്റ് ഈസ് ഡി ഇസ് ദ 3. ഡി എന്ന് പറയുന്നത് 3 ആണ്. D 3 ആയിട്ടുള്ള 2 ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, 1നെ 4നെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയാം. ഈ 2 നമ്മൾ നോക്കിയാൽ മതി. ദെൻ പ്രൈവറ്റ് ഗുഡ് എന്ന് പറയുമ്പോൾ ക്ലബ്ബ് ഗുഡ് അറിയാമല്ലോ നമുക്ക്. ക്ലബ്ബ് ഗുഡ് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ക്ലബ്ബ് ഗുഡ് നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ റൈവലും ആണ്, അതുപോലെ തന്നെ എക്സ്ക്ലൂഡബിൾ ആണ്. പ്രൈവറ്റ് പാർക്ക് അല്ലേ, പ്രൈവറ്റ് പാർക്കിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലബ്ബ് ഗുഡായിട്ട് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതെന്തായിരിക്കും, നോൺ റൈവലും ആയിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും, എക്സ്ക്ലൂഡബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താണ്, പ്രൈവറ്റ് പാർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നില്ല, കുറഞ്ഞു വരുന്നില്ല. പാർക്ക് ചെറുതായി വരുന്നുണ്ടോ, ഒരിക്കലും വരുന്നില്ല. അതേസമയം തന്നെ ഫീസ് കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമേ അവിടെ എൻട്രി ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, അത് എക്സ്ക്ലൂഡബിൾ ആയിരിക്കും. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ബി എന്ന് പറയുന്നതാണ് 1 ആണ് അല്ലേ, നോൺ റൈവലുമാണ്, അതുപോലെ തന്നെ എന്താണ്, എക്സ്ക്ലൂഡബിൾ ആണ്. ബി എന്ന് പറയുന്നത് 1 ആണ്. ബി എന്ന് പറയുന്നത് 1 ആയിട്ട് വരുന്നത് ഏതാണ്, 3 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. ദെൻ കോമൺ പൂൾ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മളൊരു റിവർ എടുത്തു അല്ലേ. കോമൺ പൂൾ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിലൊരു റിവർ എടുത്തു അല്ലേ. ആ റിവർ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, അവിടെ കുറേ ഫിഷ് ഉണ്ട്. ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടാണ് ഇന്ന് ഫിഷ് പിടിക്കാൻ പോയിട്ടുള്ളെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ള ഫ്രണ്ട്സിനും കൂടെ വിളിക്കില്ലേ. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും കൂടെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ആ ഫിഷ് തീർന്നോ, ആരെങ്കിലും അവിടെ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, കോമൺ പൂൾ ഗുഡ് എന്തായിരിക്കും, റൈവൽ ഇൻ കൺസംഷൻ ആയിരിക്കും, അതുപോലെ എന്തായിരിക്കും, നോൺ എക്സ്ക്ലൂഡബിൾ ആയിരിക്കും അല്ലേ, നോൺ എക്സ്ക്ലൂഡബിൾ ആയിരിക്കും. ഇത് എന്തിലേക്ക് നയിക്കും, ട്രാജഡി ഓഫ് കോമൺസിലേക്ക് നയിക്കും. ട്രാജഡി ഓഫ് കോമൺസ് കൊണ്ടുവന്നിട്ടുള്ള ആരാ, ഗാരറ്റ് ഹാർഡിനാണ് കേട്ടോ. ഗാരറ്റ് ഹാർഡിനാണ് ട്രാജഡി ഓഫ് കോമൺസ് കൊണ്ടുവരുന്നത്. അപ്പോൾ കോമൺ പൂൾ ഗുഡ്സ് ഏതിലാണ് വരുന്നുണ്ടാവാം, റൈവൽ ഇൻ കൺസംഷനും അതുപോലെ തന്നെ നോൺ എക്സ്ക്ലൂഡബിളും ആയിരിക്കും. സോ സി എന്ന് പറയുന്നത് എന്തായിരിക്കും, 4 ആയിരിക്കും. റൈവൽ ഇൻ കൺസംഷനും അതുപോലെ തന്നെ എന്തായിരിക്കും, നോൺ എക്സ്ക്ലൂഡബിൾ ആയിരിക്കും. സി എന്ന് പറയുന്നത് 4 ആണ്. ദെൻ ഡി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. ദെൻ നമുക്ക് ഒരാളുള്ളതാണ് പ്രൈവറ്റ് ഗുഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, റൈവലും ആയിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും, എക്സ്ക്ലൂഡബിൾ ആയിരിക്കും. ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീരും ചെയ്യും. അതായത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറൊരാൾക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഫീസ് കൊടുക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് എക്സ്ക്ലൂഡബിൾ ആണ്. ഫീസ് കൊടുക്കാത്തവർ എന്ത് ചെയ്യും, അതിൽ നിന്നും പുറത്താക്കപ്പെടും. അതെന്താണ്, എക്സ്ക്ലൂഡബിൾ ആണ്. അപ്പോൾ പ്രൈവറ്റ് ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്ന എന്താണ്, ഒരു കാറ് നമ്മൾ വാങ്ങുന്നു അല്ലേ, കാർ എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു, അതൊരു പ്രൈവറ്റ് ഗുഡാണ്. ക്ലബ്ബ് ഗുഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ പറഞ്ഞു അല്ലേ, പ്രൈവറ്റ് പാർക്ക് ക്ലബ്ബ് ഗുഡിന് ഉദാഹരണമാണ്. കോമൺ പൂൾ ഗുഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ നാട്ടിലുള്ള ഒരു റിവർ അല്ലെങ്കിൽ എന്താണ്, ഒരു കുളം നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒരു പോണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിന് പബ്ലിക് ഗുഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നാഷണൽ ഡിഫൻസ്. അതുപോലെ തന്നെ നാഷണൽ ഡിഫൻസ് ആയിരിക്കും റിപ്പീറ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരാം കേട്ടോ. അതായത് പബ്ലിക് ഗുഡിൻ്റെ എക്സാമ്പിളായിട്ട് എന്ത് ചെയ്യുക, നാഷണൽ ഡിഫൻസ് വരും കേട്ടോ. നാഷണൽ ഡിഫൻസ് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്, ഇതൊക്കെ എന്താണ്, നമ്മുടെ പബ്ലിക് ഗുഡാണ് കേട്ടോ. സോ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. കിട്ടിയിട്ടുണ്ടോ, സിമ്പിൾ അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ദി കറക്റ്റ്. സോ കൺസംഷൻ തിയറീസിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. നമുക്കറിയാം അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് ബൈ J.M. കെയ്ൻസ് അല്ലേ. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് ബൈ J.M. കെയ്ൻസ് നമുക്കിപ്പോൾ തന്നെ മാർക്ക് ചെയ്യാം, അപ്പോൾ പെട്ടെന്ന് കിട്ടും. J.M. കെയ്ൻസ്. ദെൻ
Permanent income hypothesis. Permanent income hypothesis is the father of monetarism, Milton Friedman. Inflation is everywhere and always a monetary phenomenon. കാരണം എന്താണ്, ഇൻഫ്ലേഷൻ ഇക്കണോമി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് റീസൺ എന്ത് മാത്രമായിരിക്കും? മണി സപ്ലൈ മാത്രമായിരിക്കും. ദെൻ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് എന്താണ്? ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്, റാച്ചറ്റ് എഫക്റ്റ്. ആരാണ്? ഡ്യൂസംബറി. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് ആരാണ്? ആൻഡോ എൻ മോദി ഗിലിയാനി. സോ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ ദ Francois Modi Giliani. Is correct statement. Absolute income hypothesis was proposed by the Milton Friedman ആണോ? അല്ല, JM Keynes ആണ്. സോ ഇതെന്താണ്? ഇൻകറക്റ്റ് ആണ്. ബി ഇൻകറക്റ്റ് ആണ്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ ദ ജെയിംസ് ഡ്യൂസംബറി. കറക്റ്റ് ആണ്. ദെൻ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ ദ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണോ? അല്ല, ഇതാരാണ്? മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ്. മിൽട്ടൺ ഫ്രീഡ്മാനും അതുപോലെ തന്നെ നമ്മുടെ JM കെയ്ൻസും ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? മാറിപ്പോയിട്ടുള്ളത് അല്ലേ? മിൽട്ടൺ ഫ്രീഡ്മാനും അതുപോലെ തന്നെ JM കെയ്ൻസും ആണ് ഇവിടെ മാറിപ്പോയിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ ഈസ് എ ആൻഡ് സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഡാറ്റ കളക്റ്റഡ് അറ്റ് ദ പോയിന്റ് ഇൻ ടൈം ഇസ് കോൾഡ്. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരൊറ്റ പോയിന്റ് ഇൻ ടൈമാണ്. ഒരൊറ്റ പോയിന്റിൽ നമ്മൾ ഡിഫറെൻറ്റ് എൻറ്റിറ്റീൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് നമ്മൾ എന്ത് പറഞ്ഞു? ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ എന്ത് ചെയ്യാണ്? അറ്റ പോയിന്റ് അല്ലേ, അതായത് ഡിഫറെൻറ്റ് എൻറ്റിറ്റീനെ അറ്റ പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്. അതിന് ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് പറഞ്ഞു. ടൈം സീരീസ് ആണെങ്കിലോ ഒരൊറ്റ എൻറ്റിറ്റി എടുത്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈം പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഫറെൻറ്റ് ടൈംസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ടൈം സീരീസ്. പൂൾഡ് ആകുമ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്യാണ്? മിക്സഡ് വേർഷൻ ആയിരിക്കും പൂൾഡ് എന്ന് പറയുന്നത്. സോ ക്രോസ് സെക്ഷണൽ ഡാറ്റ ആണെന്ന് പറഞ്ഞത് അറ്റ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻറ്റ് എൻറ്റിറ്റീൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയാം? ക്രോസ് സെക്ഷണൽ ഡാറ്റ എന്ന് പറയാം. ഓക്കെ. ദെൻ ഫിഫ്ത്ത് വൺ. എ ഫേം ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മേക്കിംഗ് സീറോ ഇക്കണോമിക് പ്രോഫിറ്റ്. എന്താണ് പറഞ്ഞത്? സീറോ ഇക്കണോമിക് പ്രോഫിറ്റ് ആണ്. സീറോ ഇക്കണോമിക് പ്രോഫിറ്റ് ഇൻ ദി ലോങ് റൺ. ഇറ്റ് വിൽ ബി ഹാവ് ദ ഇൻസെൻറ്റീവ് ടു ഷട്ട് ഡൗൺ ആണോ, കണ്ടിന്യൂസ് ടു ഓപ്പറേറ്റ് ആണോ, എക്സിറ്റ് ആണോ, ലൊക്കേറ്റ് ടു ദ അനദർ ഇൻഡസ്ട്രി. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ദെൻ ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, ദെൻ നെക്സ്റ്റ് ഫ്രീ എക്സിറ്റ് ആൻഡ് എൻട്രി. ഒന്നുകൂടെ പറയോ? പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ബോത്ത് ആർ പ്രൈസ് ടേക്കേഴ്സ്. കാരണം എന്താണ്? ഇൻഡസ്ട്രി ലെവലിൽ നമ്മുടെ ഡിമാൻഡും സപ്ലൈയും ചെയ്തിട്ട് പ്രൈസ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. അത് ആര് അക്സെപ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്? പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമറും അക്സെപ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് എന്ത് പറയുന്നത്? ഫ്രീ എക്സിറ്റ് ആൻഡ് എൻട്രി എന്ന് പറയുന്നത്. ഇതാണ് ആക്ച്വലി എന്തിലേക്ക് നയിക്കുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ലോങ് റണ്ണിൽ നമ്മുടെ പ്രോഫിറ്റ് സീറോ ആയിട്ടിരിക്കാനുള്ള കാരണം എന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്കറിയാം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എൻട്രി ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ എ എന്ന് പറയുന്നൊരു ഫേം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന ഫേം എന്ത് ചെയ്യുന്നുണ്ട്? നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എ എന്ന് പറയുന്ന ഫേം ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യാണ്? പുറത്തുള്ള ബി എന്ന് പറയുന്ന ഫേം എന്ത് ചെയ്യും? മാർക്കറ്റിലേക്ക് എൻട്രി ആവും. ബി എന്ന് പറയുന്ന ഫേം എന്ത് ചെയ്യും? മാർക്കറ്റിലേക്ക് എൻട്രി ആവും. അപ്പോൾ എന്ത് ചെയ്യും? ഈ എ എന്താണോ ചെയ്തിട്ടുള്ളത് അത് തന്നെ ആര് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും? ബി ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. സോ ഈ ബി ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താവും? എൻ്റെ കൺസ്യൂമേഴ്സിൽ പകുതി എങ്ങോട്ട് പോകും? ബിയിലേക്ക് പോകും. അപ്പോൾ എന്ത് വരും? എക്ക് പണ്ടുണ്ടായിട്ടുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യും? കുറയും. ഇതേപോലെ തന്നെ എന്താണ്? എ ഭയങ്കര ലോസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് അല്ലേ, എല്ലാം ഒരേപോലത്തെ മാർക്കറ്റ് ആണല്ലേ. അപ്പോൾ എന്ത് എ നല്ല ലോസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ബി എന്ത് മനസ്സിലാക്കാണ്? ഇനിയും എന്നെ പോലെ എന്ത് ചെയ്യാണ്? കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും കച്ചവടം നടത്തുകയാണെങ്കിൽ എനിക്കും എന്ത് ചെയ്യാം? ലോസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ബി എന്ത് ചെയ്യും? ഇവിടെ എ തകരുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബി എന്ത് ചെയ്യും? മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യും? എക്സിറ്റ് ആവും അല്ലേ. മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവും. അങ്ങനെ ഈ ഒരു ഫ്രീ എക്സിറ്റ് ആൻഡ് എൻട്രി ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ എന്താവുന്നത്? നമ്മുടെ പ്രോഫിറ്റ് എന്താവുന്നത്? സീറോ ആയിട്ട് മാറുന്നത്. അപ്പോൾ ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ എപ്പോഴും എന്തായിരിക്കും? പ്രോഫിറ്റ് എപ്പോഴും സീറോ ആയിരിക്കും. അതായത് ഇതിൻ്റെ കണ്ടീഷനാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും ഫേം എന്ത് ചെയ്യില്ല? ഷട്ട് ഡൗൺ ചെയ്യുകയോ അല്ലെങ്കിൽ നിർത്തി പോവുകയോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറി അവരുടെ ഫാക്ടറി സ്ഥാപിക്കുകയോ ഒന്നും ചെയ്യില്ല. അവരെന്ത് ചെയ്യും? നോർമലി അവരുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എന്താണോ അത് എന്ത് ചെയ്യും? അവർ കണ്ടിന്യൂ ചെയ്തു പോകും. അതെന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് എന്ത്? ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സീറോ ഇക്കണോമിക് പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ അവിടെ ഒരിക്കലും അബ്നോർമൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ
ലോസ് ഉണ്ടാവില്ല. അവിടെ ബേസിക്കലി എന്തായിരിക്കും, സീറോ എക്കണോമിക് പ്രോഫിറ്റ് ആയിരിക്കും ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഉണ്ടാവുക. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ആസ് ഇറ്റ് ഈസ്. എന്താണോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തെയും അവർ കണ്ടിന്യൂ ചെയ്തു പോകും. ഇതിന്റെ ബേസിക് റീസൺ, അതായത് ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ സീറോ പ്രോഫിറ്റ് ആവാനുള്ള ബേസിക് റീസൺ എന്ന് പറയുന്നത് എന്താണ്, ദർ ഇസ് എ ഫ്രീ എക്സിറ്റ് ആൻഡ് എൻട്രി ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഹോമോജീനിയസ് പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ടും പ്ലസ് എന്താ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉള്ളതുകൊണ്ടും പ്രൈസ് ടേക്കേഴ്സ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ 4 ഫീച്ചേഴ്സും എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആക്ച്വലി ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ എന്താണ്, സീറോ നോർമൽ പ്രോഫിറ്റ്, സീറോ എക്കണോമിക് പ്രോഫിറ്റ് ആവുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് സീറോ ഇക്കണോമിക് പ്രോഫിറ്റ് ആയിട്ട് ലോങ് റണ്ണിൽ നിൽക്കാനുള്ള കാരണം. ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും എന്തെങ്കിലും അവർ എക്സിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യാണ് ഒക്കെ നിർത്തി പോവുകയോ ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്യും, അവരുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും, അവർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കുന്നുണ്ടാവാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ സെക്കൻഡ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദ ലോ ഓഫ് ഡിമിനിഷൻ റിട്ടേൺ ടു ഫാക്ടർ ഇസ് ഒബ്സർവ്ഡ് വെൻ ദ എംപ്ലോയ്മെന്റ് ഓഫ് ദി അഡീഷണൽ യൂണിറ്റ് ഓഫ് ദി റിസോഴ്സ് ലീഡ്സ് ടു. ഇവിടെ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് എന്താണ് ലോ ഓഫ് ഡിമിനിഷൻ റിട്ടേൺ. ബേസിക്കലി നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം എന്താണ്, ഫിക്സഡ് ഇൻപുട്ടിൻ്റെ കൂടെ, ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഓക്കെ, ലോ ഓഫ് ഡിമിനിഷൻ റിട്ടേൺസിൽ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ലോയിൽ നമ്മൾ ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫിക്സഡ് ഇൻപുട്ടിൻ്റെ കൂടെ ഫിക്സഡ് ഇൻപുട്ടായിട്ടുള്ള എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുക, ഫിക്സഡ് ഇൻപുട്ടായിട്ടുള്ള ക്യാപിറ്റൽ അതുപോലെ തന്നെ ലാൻഡ്, ഫിക്സഡ് ഇൻപുട്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, വേരിയബിൾ ഇൻപുട്ടുകൾ ആഡ് ചെയ്യുന്ന സമയത്ത്, വേരിയബിൾ ഇൻപുട്ടായിട്ടുള്ള ലേബർ നമുക്ക് കൺസിഡർ ചെയ്യാം. വേരിയബിൾ ഇൻപുട്ടുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ഒരു ഇൻപുട്ടിൻ്റെ പ്രൊപ്പോർഷനിൽ എന്ത് വരും, ചേഞ്ചസ് വരും അല്ലേ. ഈ പ്രൊപ്പോർഷനിൽ ചേഞ്ച് വരുന്ന സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റിൽ എന്ത് മാറ്റം വരും എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എന്താണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത്, എന്താണ്, ഫിക്സഡ് ഇൻപുട്ടിൻ്റെ കൂടെ നമ്മൾ വേരിയബിൾ ഇൻപുട്സുകൾ ആഡ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ക്യാപിറ്റലിൽ ലാൻഡിൻ്റെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേരിയബിൾ ഇൻപുട്ടായിട്ടുള്ള ലേബർ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റിൽ എന്ത് മാറ്റം വരും എന്നുള്ളതാണ് ബേസിക്കലി ഈ ഒരു ലോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഓപ്ഷനിൽ മാർജിനൽ പ്രൊഡക്റ്റ് പറയുന്ന എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഫിക്സഡ് ഇൻപുട്ടിൻ്റെ കൂടെ നമ്മൾ വേരിയബിൾ ഇൻപുട്സ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ആദ്യം കൂടും പിന്നീട് കുറയും പിന്നീട് എന്ത് ചെയ്യും, അത് നെഗറ്റീവായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫിക്സഡ് ഇൻപുട്ടിൻ്റെ കൂടെ നമ്മൾ വേരിയബിൾ ഇൻപുട്സ് ചേർത്തുന്ന സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ഡിക്ലൈൻ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ബേസിക്കലി ഈ ഒരു ലോയിൽ നമ്മൾ പഠിക്കുന്നത്. ഫിക്സഡ് ഇൻപുട്ടിൻ്റെ കൂടെ വേരിയബിൾ ഇൻപുട്ട് കൂട്ടുന്ന സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ലോ ആവും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഓപ്ഷന് ശ്രദ്ധിക്കേണ്ടത്, മാർജിനൽ പ്രൊഡക്റ്റ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിന് കൂടെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ആവുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ചിലപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും, അതെല്ലാം നിങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ആവുന്ന ഓപ്ഷനാണ് നിങ്ങളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്, എ ഡിക്ലൈൻ ഇൻ ദ ടോട്ടൽ പ്രൊഡക്റ്റ് ഇത് വരില്ല, a decline in the average product ഇത് വരില്ല, the decline in the margin of physical product. So 3 is the correct answer. മാർജിനൽ കോസ്റ്റ് വരില്ല. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്, ഫിക്സഡ് ഇൻപുട്ടിൻ്റെ കൂടെ വേരിയബിൾ ഇൻപുട്സുകൾ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊപ്പോർഷനിൽ മാറ്റം വരുന്നു. ഈ പ്രൊപ്പോർഷനിൽ മാറ്റം വരുന്ന സമയത്ത് മാർജിനൽ പ്രൊഡക്റ്റിൽ എന്ത് മാറ്റം വരും, മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യും എന്നുള്ളതാണ് ബേസിക്കലി ഈ ലോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാർജിനൽ പ്രൊഡക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്ത് ചെയ്യുക, സെൻറ്റൻസ് ഉണ്ടോ എന്ന് നോക്കുക. പ്ലസ് എന്ത് ചെയ്യണം, മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്, മറിച്ച് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിക്ലൈനിങ് ആണോ എന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. അപ്പോൾ ഇതിൻ്റെ തേർഡ് വൺ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എ ഡിക്ലൈൻ ഇൻ ദ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? 7th one, normal distribution is positively skewed and the normal distribution is leptocutting. ഇവിടെ നമുക്കറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ബെൽ ഷേപ്ഡ് കേർവ് ആയിരിക്കും അല്ലേ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേർവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ബെൽ ഷേപ്ഡ് കേർവ് ആയിരിക്കും. ഇതായിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേർവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ബേസിക്കലി പറയുന്നുണ്ട്, അവർ സീറോ സ്ക്യൂഡ് ആണ് അല്ലേ. ഇതൊരിക്കലും പോസിറ്റീവ് സ്ക്യൂഡ് അല്ല, മറിച്ച് എന്താണ്, ഇത് സീറോ സ്ക്യൂഡ് ആണ് ഉദ്ദേശിക്കുന്നത്. സീറോ സ്ക്യൂഡ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ ഒരിക്കലും പോസിറ്റീവ് സ്ക്യൂഡ് അല്ല. പോസിറ്റീവ് സ്ക്യൂഡ് ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഈ ഒരു കേർവ് ഉണ്ടാവുക, പോസിറ്റീവ് സ്ക്യൂഡ് ആണെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു കേർവിൻ്റെ ടെയിൽ, റൈറ്റ് ടെയിൽ എന്ത് ചെയ്യും, റൈറ്റിലേക്ക് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്ത് പോകില്ല. അവിടെ എന്തായിരിക്കും, നമ്മുടെ മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയം ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, മോഡായിരിക്കും അല്ലേ. മീൻ ഈസ് ഗ്രേറ്റർ ദാൻ, മീഡിയം ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, മോഡായിരിക്കും. 3 മെം ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. മീൻ, ദെൻ മീഡിയം, മോഡ്. ഇതെന്താണ്, പോസിറ്റീവ് സ്ക്യൂഡാണ് കേട്ടോ. പോസിറ്റീവ് സ്ക്യൂഡിൽ എന്തായിരിക്കും, നമ്മുടെ ആ ഒരു കേർവിൻ്റെ എന്തായിരിക്കും, ബെൽ ഷേപ്ഡ് കേർവിൻ്റെ റൈറ്റ് ടെയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും,
റൈറ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, നീണ്ടു പോയിട്ടുണ്ടായിരിക്കും. അവിടെ എന്തായിരിക്കും, മീൻ ഈസ് ഗ്രേറ്റർ ദാൻ, മീഡിയം ഈസ് ഗ്രേറ്റർ ദാൻ, മോഡ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇത്. നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ മാത്സ് ഫോളോയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇതിൻ്റെ ലെഫ്റ്റ് ടെയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ലെഫ്റ്റ് ടെയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ നീണ്ടു പോയിട്ടുണ്ടാവും അല്ലേ. അവിടെ എന്തായിരിക്കും, മോഡ് ഈസ് ഗ്രേറ്റർ ദാൻ, then medium is greater than എന്തായിരിക്കും, മീൻ ആയിരിക്കും അല്ലേ. മീഡിയം ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, മീൻ ആയിരിക്കും ഈ നെഗറ്റീവ് സ്ക്യൂഡിൽ ഉണ്ടാവുക. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നോർമൽ എന്തായിരിക്കും, ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും മീൻ ഈസിക്കൽ ടു, അതുപോലെ തന്നെ എന്തായിരിക്കും മീൻ ഈസിക്കൽ ടു മോഡ് ഈസിക്കൽ ടു എന്തായിരിക്കും, മീഡിയം ആയിരിക്കും കേട്ടോ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എന്തായിരിക്കും, മീൻ ഈസിക്കൽ ടു മോഡ് ഈസിക്കൽ ടു മീഡിയം ആയിരിക്കും. എന്നാൽ പോസിറ്റീവ് സ്ക്യൂഡിൻ്റെ കേസിൽ എന്തായിരിക്കും, അതിൻ്റെ ടെയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, റൈറ്റിലേക്ക് നീണ്ടു പോയിട്ടുണ്ടായിരിക്കും. മീൻ ഈസ് ഗ്രേറ്റർ ദാൻ, മീഡിയം ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് ആയിരിക്കും. എന്നാൽ നെഗറ്റീവ് സ്ക്യൂഡിൻ്റെ കേസിൽ എന്തായിരിക്കും, മോഡ് ഈസ് ഗ്രേറ്റർ ദാൻ, മീഡിയം ഈസ് ഗ്രേറ്റർ ദാൻ മീൻ ആയിരിക്കും. എന്നാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എന്തായിരിക്കും, മീനും മീഡിയം മോഡും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒരിക്കലും എന്തെയില്ല, പോസിറ്റീവ് സ്ക്യൂഡ് ആവില്ല, മറിച്ച് എന്തായിരിക്കും, അത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്തായിരിക്കും, പോസിറ്റീവ് സ്ക്യൂഡ് ആയിരിക്കില്ല, മറിച്ച് എന്തായിരിക്കും, സീറോ സ്ക്യൂഡ് ആയിരിക്കും കേട്ടോ. അതായത് സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു തരത്തിലുള്ള ചെരിവോ വളവോ നീണ്ടോ ചായ്വോ ഒന്നുമില്ല, എന്തായിരിക്കും, സീറോ സ്ക്യൂഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടായിരിക്കില്ല. അതൊരിക്കലും പോസിറ്റീവ് സ്ക്യൂഡ് ആയിരിക്കില്ല. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്തായിരിക്കും, മീനും മീഡിയവും അതുപോലെ തന്നെ മോഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും കേട്ടോ. മീനും മീഡിയം മോഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മീനും മീഡിയം മോഡും ഈക്വൽ ആയിരിക്കും കേട്ടോ. ഇതിൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണ് അല്ലേ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ലെപ്റ്റോകാർട്ടിക്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കർട്ടോസിസ് ആണ് നമ്മൾ ബേസിക്കലി നോക്കുന്നത്. ഇവിടെ എന്താണ്, നമ്മൾ ഇതിൻ്റെ ഷാർപ്പ്നെസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാൻ പോകുന്നത് അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഷാർപ്പ്നെസ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്കറിയാം 3 കേർട്ടിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നെന്താണ്, ലെപ്റ്റോകാർട്ടിക്, ഏറ്റവും മുകളിൽ ഏറ്റവും ഷാർപ്പായിട്ട്. ഒന്നും കൂടെ വൃത്തിക്ക് വരയ്ക്കാം. ഓക്കെ, 3 കേർട്ടിക്കാണ് വരയ്ക്കാനുള്ളത്. ഏറ്റവും ഷാർപ്പായിട്ടുള്ളതാണ് എന്ത് പറയുന്നത്, ലെപ്റ്റോകാർട്ടിക് എന്ന് പറയുന്നത്. ദെൻ നോർമൽ ആയിട്ടുള്ളതിന് നമ്മൾ എന്ത് പറയുന്നത്, മെസോകാർട്ടിക് എന്ന് പറയുന്നു അല്ലേ. പിന്നെ എന്ത് ചെയ്യും, ഫ്ലാറ്റർ ആയിട്ടുള്ളതിന് നമ്മൾ എന്ത് പറയും, പ്ലാറ്റികേർട്ടിക് എന്ന് പറയാം. അപ്പോൾ ഏറ്റവും ഷാർപ്പ്നെസ് ഉള്ളതിനാണ് നമ്മളെന്ന് പറയാം ലെപ്റ്റോകാർട്ടിക് എന്ന് പറയാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും എന്തായിരിക്കും, മെസോകാർട്ടിക് ആയിരിക്കും അല്ലേ. ദെൻ എന്തായിരിക്കും, പ്ലാറ്റികേർട്ടിക് ആയിരിക്കും എന്ത് പറയുന്നുണ്ടാവുക, ഏറ്റവും എന്തുണ്ടാവുക, താഴെ വന്നിട്ടുള്ള കേർട്ടിക്കായിരിക്കും പ്ലാറ്റികേർട്ടിക് എന്ന് പറയാം. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് മെസോകാർട്ടിക് ആയിരിക്കും, ഒരിക്കലും ലാപ്റ്റോകാർട്ടിക് ആയിരിക്കില്ല. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, ഇതിൽ തെറ്റാണ് കേട്ടോ. ഇതിലെന്താണ്, 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇതിലെന്താണ്, 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഫോൾസ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. Then 8th question, among the new monetary aggregates, എന്താണ് ന്യൂ മോണിറ്ററി അഗ്രിഗേറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂ മോണിറ്ററി അഗ്രിഗേറ്റ്സ് ഓഫ് ദി RBI സജസ്റ്റഡ് ബൈ ദ IV Reddy വർക്കിംഗ് ഗ്രൂപ്പ് വിച്ച് വൺ ഇൻക്ലൂഡഡ് ദ ടൈം ഡെപ്പോസിറ്റ് ഓഫ് ദി മെച്യൂരിറ്റി അപ് ടു ദ 1 year ബട്ട് നോട്ട് ലോങ്ങർ മെച്യൂരിറ്റി. ഇവിടെ ബേസിക്കലി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇതിലെന്താണ് അപ് ടു 1 year വരുന്ന എന്താണ് അഗ്രിഗേറ്റ്സിനെ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അപ് ടു 1 വരുന്ന അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്, മോണിറ്ററി അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്, M2 ആണ് കേട്ടോ. M2 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. M1 എന്ന് പറയുന്നത് എന്താണ്, സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് NM1 എന്ന് പറയുന്നത് സാധാരണ M1 പറയുന്ന പോലെ തന്നെ കറൻസി ഇൻ പബ്ലിക് പ്ലസ് എന്താണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, കറൻസി ഇൻ പബ്ലിക് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, അതർ ഡെപ്പോസിറ്റ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, എന്ത് പറയുന്നത് നമ്മുടെ NM1 എന്ന് പറയുന്നത്. ദെൻ NM2 എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, നമ്മുടെ M1 പ്ലസ്, അതായത് M1 പ്ലസ് M1 പ്ലസ് എന്തായിരിക്കും, ടൈം ഡെപ്പോസിറ്റ് എന്തായിരിക്കും, ഷോർട്ട് റൺ ടൈം ഡെപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. ഷോർട്ട് റൺ എന്തായിരിക്കും, ടൈം ഡെപ്പോസിറ്റ് ആയിരിക്കും. ഈ ഷോർട്ട് റൺ ടൈം ഡെപ്പോസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ് ടു 1 year ആയിരിക്കും. അതായത് 1 yearന് താഴെ ആയിരിക്കും, 1 yearന് താഴെ ആയിരിക്കും എന്തുണ്ടാവുക, അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് വരുന്നുണ്ടാവുക. 1 yearന് താഴെ ആയിരിക്കും എന്ത് വരുന്നുണ്ടാവുക, അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതാണ് ഷോർട്ട് റണ്ണിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1 yearന് താഴെയാണ് കേട്ടോ, ഒരിക്കലും 1 yearന് മുകളിലല്ലേ, 1 yearന് താഴെയാണ് ഏത് നമ്മുടെ NM2 വരുന്നത്. അപ്പോൾ NM3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, NM3 എന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക, NM2 പ്ലസ് എന്തായിരിക്കും
ഇത് NM1 ആട്ടോ. NM2 പ്ലസ് എന്തായിരിക്കും? ടൈം ഡെപ്പോസിറ്റ് തന്നെയാണ്, പക്ഷെ എന്താണ് ലോങ് പീരീഡ് ആണ്, ലോങ് ടൈം ടൈം ഡെപ്പോസിറ്റ് ആണ്. അതെന്തായിരിക്കും? എബോ 1 ഇയർ ആയിരിക്കും കേട്ടോ. അതെന്തായിരിക്കും? എബോ 1 ഇയർ ആയിരിക്കും കേട്ടോ. ദെൻ പിന്നെ NM4 ആണ് നമുക്ക് വരുന്നത്. NM4ൽ നമുക്ക് വരുന്നത് NM3യും പിന്നെ ടോട്ടൽ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റും ആണ് വരുന്നത് കേട്ടോ. NM4ൽ എന്താ വരുന്നത്? NM4ൽ വരുന്നത് എന്താ വെച്ചാൽ NM3 പ്ലസ് എന്താണ്? NM3 പ്ലസ് എന്തായിരിക്കും? ടോട്ടൽ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് ആണ്. ടോട്ടൽ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള മോണിറ്ററി അഗ്രിഗേറ്റ്സിൽ ഐവി റെഡിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതാണ് ടൈം ഡെപ്പോസിറ്റ് മെച്യൂരിറ്റി പീരീഡ് അപ് ടു 1 ഇയർ വരുന്നത്, അതായത് 1 ഇയറിന് താഴെ വരുന്ന മോണിറ്ററി അഗ്രിഗേറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 1 ഇയറിന് താഴെ വരുന്ന ടൈം ഡെപ്പോസിറ്റ് ഉള്ളത് ഏതാണ്? ഷോർട്ട് റൺ ടൈം ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? NM2 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ NM2 ഇസ് എ കറക്റ്റ് ആൻസർ. കാരണം എന്താണ്? ഇത് 1 ഇയറിന് താഴെയാണ്, അപ് ടു 1 ഇയർ വരെയാണ് 1 ഇയറിന് താഴെ വരുന്ന മെച്യൂരിറ്റി പീരീഡ് വരുന്ന ന്യൂ മോണിറ്ററി അഗ്രിഗേറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. NM2 ആണ്. ഇനി 1 ഇയർ മുകളിലാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? നിങ്ങൾ NM3 എഴുതണം കേട്ടോ നിങ്ങൾ. അതെന്താണ്? NM2 പ്ലസ് എന്താണ്? ലോങ് റൺ അല്ലെങ്കിൽ ലോങ് ടേം എന്താണ്? ടൈം ഡെപ്പോസിറ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് 2. Then 9th question, which one of the following renowned economist was a member of the Royal Commission on the Currency and the Finance of the 1913? So ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. റോയൽ കമ്മീഷൻ ഓഫ് ദി കറൻസി കേട്ടോ, കറൻസി ആൻഡ് ഫിനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാറിപ്പോയത് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. ഓക്കെ, 10th question, എഗെയിൻ നമ്മൾ മാച്ച് ദ ഫോളോയിലേക്ക് വരാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. സോ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, സോ നമുക്കറിയാവുന്നതാണല്ലോ, മാച്ച് ദ ഫോളോയിങ് ആണ്. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ MV=PT അല്ലേ? MV=PT എന്താണ്? ഫിഷറിൻ്റെ ഇക്വേഷൻ ആണല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫിഷറിൻ്റെ ഇക്വേഷൻ, ഇർവിൻ ഫിഷറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സോ A=2. A2 ആയിട്ട് വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. സോ 1ഉം 3യും നമുക്ക് വെട്ടിക്കളയാം അല്ലേ. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് ഓവർഷൂട്ട് നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. ലോ ഓഫ് വൺ പ്രൈസ് എന്താ പറയുന്നത്? നമ്മുടെ PPC തിയറിയാണ്, PPP തിയറിയാണ്. പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ഓഫ് വൺ പ്രൈസ് പറയുന്നത്. ഞാൻ ആ ഒരു തിയറി എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മളോട് ചോദിക്കും ലോ ഓഫ് വൺ പ്രൈസ്. ഞാൻ റിപ്പീറ്റ്ലി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ലോ ഓഫ് വൺ പ്രൈസ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അങ്ങനെ തന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി ആര് പ്രൊപ്പോണ്ട് ചെയ്ത് എന്നുള്ളതിൽ ചോദിക്കാൻ, മറിച്ച് ലോ ഓഫ് വൺ പ്രൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മനസ്സിലാവണം അതെന്താണ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചു കണ്ടില്ലേ, ലോ ഓഫ് വൺ പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിയാണ്. അത് ആരാണ് പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത്? ഗുസ്താവ് ഗ്യാസലാണ് കേട്ടോ. ഗുസ്താവ് ഗ്യാസലാണ്, മാറിപ്പോവരുത്. സോ സി എന്ന് പറയുന്നത് 4 ആണ്. സി എന്ന് പറയുന്നത് 4 ആയിട്ട് വരുന്നത്. 2ലും സി എന്ന് പറയുന്നത് എന്താണ്? 4 ആണല്ലേ. 2ലും സി എന്ന് പറയുന്ന 4 ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ചെറിയൊരു കൺഫ്യൂഷൻ വരിക. സോ നമുക്ക് അറിയാവുന്ന രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? കറക്റ്റ് 2 ഓപ്ഷനിൽ മാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. ഇനി ലിക്വിഡിറ്റി പ്രിഫറൻസ് ആർ ദ ബിഹേവിയർ ഓഫ് ടുവേർഡ് ദ റിസ്ക്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ലിക്വിഡിറ്റി ഇൻഫ്ലുവൻസ് ആസ് എ ബിഹേവിയർ ടുവേർഡ് റിസ്ക് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോബിൻ-ക്യൂ റേഷ്യോനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിസ്ക് നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. അതായത് ഇൻവെസ്റ്റ്മെന്റ്, അപ്പോൾ റിസ്ക്, ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റ് ചെയ്യുന്നതാണ് റിസ്ക് അല്ലേ. അപ്പോൾ ടോബിൻ-ക്യൂ റേഷ്യോ എന്ത് ചെയ്തിട്ടുണ്ട്? ജെയിംസ് ടോബിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യാണ്? റീപ്ലേസ്മെന്റ് കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, പ്രശ്നമില്ല, റിസ്ക് കുറവാണ്. അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യാണ്? നമ്മുടെ റീപ്ലേസ്മെന്റ് കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ എന്തായിരിക്കും? അവിടെ റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ അവർ റെഡി ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ റിസ്ക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ടോബിൻ-ക്യൂ റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ജെയിംസ് ടോബിനാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു റിസ്ക് ഒക്കെ വരാനുള്ള സാധ്യതയല്ലേ. സോ ഇതെന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാം അല്ലേ. ഡി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് വരുന്നത്. ജെയിംസ് ടോബിനാണ് വരുന്നത്. D=1 ആണ് വരുന്നത്. സോ ജെയിംസ് ടോബിനാണ് വരുന്നത്. ഓക്കെ, മൈ കഴ്സർ, വേർ ഇസ് മൈ കഴ്സർ? സോ ഡി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? 1 ആയിട്ട് പറയാം അല്ലേ. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് ഓവർഷൂട്ടിംഗ് ഈസ് ഡോൺ പുഷ്. ഇത് നമുക്കില്ല. എക്സ്ചേഞ്ച് റേറ്റ് ഓവർഷൂട്ടിംഗ് നമുക്ക് ഡോൺ പുഷിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിങ്ങനെ
ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് നമ്മൾ കേൾക്കും. അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ മാറിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡിഗ്രി ലെവൽ കേട്ടിട്ടില്ലെങ്കിൽ കൂടെ PG ലെവലിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ റിപ്പീറ്റ്ലി നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ഡോൺ പുഷ് എന്ന് പറഞ്ഞ ഒരു പേര് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓവർ ഷൂട്ടിംഗ് ആയിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഓവർ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്കണോമിക്സിൽ നമ്മൾ കേൾക്കുന്നുണ്ട് വെറൈറ്റി പേരാണല്ലോ. അപ്പോൾ ഡോൺ പുഷ്, അപ്പോൾ നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെ കേട്ടൊരു പരിചയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ബി എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത് ഇർവിൻ ഫിഷർ ആണ്. എക്സ്ചേഞ്ച് റേറ്റ് ഓവർ ഷൂട്ടിംഗ് ഡോൺ പുഷ് ആണ്. ലോ ഓഫ് വൺ പ്രൈസ് എന്ന് പറയുന്നത് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ ആ തിയറി എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ നിങ്ങൾക്ക് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി എന്നും ചോദിക്കാം, ലോ ഓഫ് വൺ പ്രൈസ് എന്ന് ചോദിക്കാം. കാരണം എന്താണ്, ഏകദേശം ഒരേപോലുള്ള ഗുഡ്സിന് എന്തായിരിക്കും ലോകത്തുള്ള എല്ലാ സ്ഥലത്തും എന്തായിരിക്കും ഒരേ പ്രൈസ് ആയിരിക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോ ഓഫ് വൺ പ്രൈസ് എന്ന് പറയുന്നത്. ഗുസ്താവ് ഗ്യാസലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ ലിക്വിഡിറ്റി ഇൻഫറൻസ് ആസ് എ ബിഹേവിയർ ടുവേർഡ് ദ റിസ്ക് എന്ന് പറയുന്നത് ജെയിൻ ടോപ്പിനാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്, 1 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ 2 is a correct answer. സോ നമ്മൾ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 10 ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 more ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് ഇത് റിലേറ്റ് ചെയ്തിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും മിസ്സായി പോയവരുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ പറയാണ്, പ്ലീസ് വാച്ച്, പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാം. സോ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഷോൾ ദ വെരി ബെസ്റ്റ്.